പുതുവർഷം പിറന്നാൽ ജിമ്മിൽ തടി നന്നാക്കാൻ എത്തുന്നവരാണ് ഏറെ പേരും അല്ലെ ഏറ്റവും കൂടുതൽ മനുഷ്യരും ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും. ഈ വർഷം വ്യായാമം ചെയ്ത് ഞാൻ നല്ല ഉജ്ജ്വലമായ ശാരീരിക മാനസികാവസ്ഥയിലേക്ക് മാറുമെന്ന് ഉറച്ച തീരുമാനത്തോടെ വരുന്നവരിൽ പലർക്കും ആദ്യത്തെ ആവേശം പിന്നെ കാണില്ല, അത് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ട്രെൻഡൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ജനുവരിക്ക് ശേഷം ജിമ്മിൽ പോകാം എന്ന് തീരുമാനിക്കുന്നവരാണ് ഇപ്പോൾ അധികവും. എല്ലാ വർഷവും തീരുമാനിക്കും, നടക്കത്തില്ല, ഈ വർഷം എന്തായാലും ജിമ്മിൽ പോയിരിക്കും. ഇതെല്ലാ തവണയും പറയുന്ന പോലെയല്ല, 1-ാം തീയതി ഒരു തീയതി ഉണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ പോയിരിക്കും. എടാ ഹരി, എല്ലാവരും 1-ാം തീയതി മുതലല്ലേ ജിമ്മിൽ പോകുന്നത്? ഞാൻ വെറൈറ്റിയാ, ഞാൻ 31-ാം തീയതി തന്നെ ജിമ്മിൽ പോയിരിക്കും. അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ വേണ്ടി വന്നാണോ? അഡ്മിഷന്റെ ഡീറ്റെയിൽസ് അല്ല, ഞാൻ വേറൊരു മിഷനായിട്ട് ഇറങ്ങുന്നതാണ്. എന്താണ്? ന്യൂ ഇയർ ആകുമ്പോൾ നമ്മുടെ ഈ ജിമ്മുകളിലൊക്കെ ആൾ കൂടുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. പണ്ടായിരുന്നു ഈ പരിപാടി നിങ്ങൾ പറഞ്ഞ പോലെ ജനുവരി ആകുമ്പോൾ ജിമ്മുകാർക്ക് ഒരുപാട് സാമ്പത്തികപരമായ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. കോവിഡിന് മുമ്പ് വരെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പം ജനുവരി റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമേ പൊതുവേ ഇപ്പോൾ ഒരു സ്ഥലത്തും ഇല്ല. അവരിപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനുവരിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസൊല്യൂഷന് വേണ്ടി മാത്രം നമ്മൾ വരുന്ന ടീമുകളായി നിങ്ങൾ കണക്കാക്കും എന്നുള്ള തമാശ രീതിയിൽ തന്നെ അവർ പറയാറുണ്ട്. നമുക്കും അതറിയാം. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ 10 പേര് വരുമെന്നുണ്ടെങ്കിൽ അതിലൊരു 2 പേരോ 3 പേരോ തന്നെ ആയിരിക്കും അടുത്ത മാസത്തേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളെ, ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇപ്പോൾ ജനുവരിയിൽ വരുന്നത് അഡ്മിഷൻസിനേക്കാളും നമുക്ക് എന്തുകൊണ്ട് കൂടുതൽ ഫെബ്രുവരി മാർച്ചും തന്നെയാണ് വരുന്നത്. ഇപ്പോൾ മുമ്പത്തെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ ജനുവരിയിൽ കുറച്ച് അഡ്മിഷൻ കാണും, അതിൽ പകുതിയെങ്കിലും ഈ ഡിസംബറൊക്കെ ആകുമ്പോൾ കാണുമോ? പകുതിയിൽ കുറയും, പകുതിയോളം എന്നാലും കാണും. എന്നാലും കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനാണ് സാധ്യത. കാരണം ഈ ആദ്യത്തെ ഒരു ആവേശത്തിൽ ഇവർ വന്ന് ജോയിൻ ചെയ്യും. സത്യം പറഞ്ഞാൽ ജിമ്മിൽ ഇപ്പം റെസൊല്യൂഷൻ ഇല്ലെന്നാണ്. ഇല്ല, തീർച്ചയായും റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ജനുവരിയിലുള്ള റെസൊല്യൂഷൻസ് ഉണ്ടാവില്ല. അവർ അതേ റെസൊല്യൂഷൻ അങ്ങനെ എടുത്ത് മാറ്റി ഒരു ഫെബ്രുവരി മാർച്ചിലോട്ട് അവർ മാറ്റി വെച്ചിട്ട് ആ ഇയറിൽ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരും. ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയല്ല, പക്ഷേ ജനുവരി 1 കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ ജിമ്മിൽ വരാൻ. ഓ, അത് ശരി. അതാരൊക്കെയാ? നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ അതിൽ? പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ ചില്ലറക്കാരല്ല അവർ. ഹരിയെ, വയറ് വല്ലാതെ ചാടിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. എല്ലാ വർഷവും തീരുമാനിക്കും, നടക്കത്തില്ല, ഈ വർഷം എന്തായാലും ജിമ്മിൽ പോയിരിക്കും. 1-ാം തീയതി വിട്ട് പോവാം, അല്ലാതെ ഒരു രക്ഷയില്ല. ഹരി, ഇതെല്ലാ തവണയും പറയുന്ന പോലെയല്ല, 1-ാം തീയതി ഒരു തീയതി ഉണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ പോയിരിക്കും. പിന്നെ എല്ലാ മാസവും 1-ാം തീയതി ഉണ്ടല്ലോ. എടാ ഹരി, എല്ലാവരും 1-ാം തീയതി മുതലല്ലേ ജിമ്മിൽ പോകുന്നത്? ഞാൻ വെറൈറ്റിയാ, ഞാൻ 31-ാം തീയതി തന്നെ ജിമ്മിൽ പോയിരിക്കും. പോയിരുന്നാ പോരാ, അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പുതുവത്സര പ്രതിജ്ഞയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് തീരും. മറ്റത് നമ്മളൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു ബോണസായിട്ട് നല്ലൊരു ഫിസിക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നല്ലൊരു ലൈഫ് സ്റ്റൈല് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഫിറ്റ്നസ് മെച്ചപ്പെടുത്താനായി പുതുവത്സര പ്രതിജ്ഞ എടുത്തെത്തുന്നവർ പിന്നെ ആ ലക്ഷ്യങ്ങളൊക്കെ ഉപേക്ഷിക്കാറാണ് പതിവ്. 2026 അങ്ങനെ ആകാതിരിക്കട്ടെ. സജീവ് കുമാറിനൊപ്പം GS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.